ഹലോ ഫോക്ക്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ചിത്രം നോർവീജിയൻ ചലച്ചിത്ര സംവിധായകനായ ജോജിം ട്രയർ സംവിധാനം ചെയ്ത് 2025 പുറത്തിറങ്ങിയ സെൻറ്റിമെൻ്റൽ വാല്യൂ എന്ന ചിത്രമാണ്. 2025 കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ സമ്മാനാർഹമായ ചിത്രമാണിത്. ഗോവയിൽ നടന്ന 56ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഈ ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു. 2021 പുറത്തിറങ്ങിയ ദ വേഴ്സ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡിൻ്റെ തുടർച്ചയാണ് ഈ ചിത്രം. ഒരു കാലത്ത് പ്രശസ്തനായിരുന്ന ഒരു സംവിധായകൻ താൻ വളർന്ന വീട്ടിലേക്ക് മടങ്ങി വന്ന് ചെറുപ്പത്തിലെ താനുമായി വേർപിരിഞ്ഞ പെൺമക്കളെ ഉൾപ്പെടുത്തി ഒരു വ്യക്തിഗത സിനിമ നിർമ്മിക്കുന്നതിനെക്കുറിച്ചുള്ള കഥയാണ് സെൻറ്റിമെൻ്റൽ വാല്യൂ പറയുന്നത്. അമ്മയുടെ മരണശേഷം വേർപിരിഞ്ഞ സഹോദരിമാർ അവരുടെ ചലച്ചിത്ര നിർമ്മിതാവായ പിതാവുമായി വീണ്ടും ഒന്നിക്കുന്നു. തലമുറകളുടെ ആഘാതം, ഓർമ്മ എന്നിവ സിനിമ ആഖ്യാനം ചെയ്യുന്നു. പ്രത്യേകിച്ചും പിതാവ് സ്വന്തം ജീവിതത്തെയും അമ്മയെയും അടിസ്ഥാനമാക്കിയുള്ള ഒരു തിരിച്ചുവരവ് സിനിമയിൽ തൻ്റെ മകളെ അഭിനയിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവരുടെ കുടുംബ വീടിനെ ആ സിനിമയിൽ കേന്ദ്ര പ്രതീകമായി ഉപയോഗിക്കുന്നു. വൈകാരികമായ ആഴം, സൂക്ഷ്മമായ പ്രകടനങ്ങൾ, സങ്കീർണമായ കുടുംബ ബന്ധങ്ങളുടെ പക്വമായ കൈകാര്യം ചെയ്യൽ എന്നിവയാൽ സെൻറ്റിമെൻ്റൽ വാല്യൂ എന്ന ചിത്രം ശ്രദ്ധ നേടുന്നു. പരമ്പരാഗതമായി ലഭിച്ച വേദനയെയും മുൻകാല വേദനകളിലൂടെ മനുഷ്യർക്ക് ബന്ധപ്പെടാനാവുമെന്ന തീവ്രമായ കാഴ്ചപ്പാടും ഈ സിനിമ പങ്കുവയ്ക്കുന്നു. Är du skräll?